എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺവേഡാണ്. ഇനി നമുക്ക് നോക്കാനുള്ള 8ാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺവേഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന ആധിപത്യത്തെയാണ് കൊളോണിയലിസം അല്ലെങ്കിൽ കോളനി വാഴ്ച എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ഭരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയെ കുറേ നാളായിട്ട് ബ്രിട്ടൻ എന്ന രാജ്യം ബ്രിട്ടീഷുകാർ കൊളോണിയൽ ആയിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉൽപ്പാദന മാർഗങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ് മുതലാളിത്തം. മുതലാളിത്തത്തിലാണ് ഉൽപ്പാദന മാർഗങ്ങളൊക്കെ സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം ലാഭമാണ് മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യം എന്ത്? ഉത്തരം ലാഭം പരമാവധി ലാഭം. ലാഭം പരമാവധി ലാഭം എന്നതാണ് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, വൺ വേർഡായിട്ടും ചോദിക്കാറുണ്ട്. ആവശ്യശക്തിയോ വൈദ്യുതിയോ ഉപയോഗിച്ച് യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം നടത്തുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം എന്താ? വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം, കാരണം ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും 2 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതേ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കുണ്ടായ തകർച്ചയാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്താണ്? അപവ്യവസായവൽക്കരണം, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. അതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് ഉണ്ടായ തകർച്ച എന്ന് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആധുനിക വ്യവസായങ്ങൾ ഡാഷ് ആണ്. ഉത്തരം തോട്ട വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആധുനിക വ്യവസായങ്ങൾ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വില്യം കോട്ട പണി കഴിപ്പിച്ചത്? ഉത്തരം ജോബ് ചാർനോക്കാണ് വില്യം കോട്ട പണി കഴിപ്പിച്ചത്. 1698 വില്യം കോട്ട ജോബ് ചാർനോക്ക് പണി കഴിപ്പിച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ഡാഷ് ഇന്ത്യ സ്ഥാപനത്തോടെയാണ്. ഉത്തരം തോട്ട വ്യവസായങ്ങളുടെ സ്ഥാപനത്തോടെയാണ് ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, തേയില വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? തേയില വ്യവസായം ഏത് വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? 1851. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യ അണക്കെട്ടുകളുടെയും പവർ സ്റ്റേഷനുകളുടെയും മുകളിലാണ് നിർമ്മിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ നഗരവൽക്കരണത്തെക്കുറിച്ച് പഠിച്ച ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ MS റാവു ആണ്. ഇനി 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരിക മാറ്റം എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ നോക്കേണ്ട വൺ വേർഡ്, അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ, അറിവിൻ്റെ ഉറവിടങ്ങൾ സോഴ്സസ് ഓഫ് നോളജ് എന്ന പുസ്തകം രചിച്ചത് വീരേശലിംഗമാണ് അറിവിൻ്റെ ഉറവിടങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ച സമൂഹശാസ്ത്രജ്ഞൻ ആര്? സതീഷ് സബർവാൾ എന്ന സോഷ്യോളജിസ്റ്റാണ് മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? ഏത് വർഷമാണ്? 1914. 1914 അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് സ്ഥാപിക്കപ്പെട്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം പൂനെയിൽ ആരംഭിച്ചത് ആര്? ഉത്തരം ജ്യോതിബ ഫൂലെ. 1848 ജ്യോതിബ ഫൂലെ പൂനെയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ബഹുവിവാഹം, പർദ്ദ തുടങ്ങിയവയെ എതിർത്ത മുസ്ലിം വനിത ആര്? അതായത് ബഹുവിവാഹം, ഒന്നിലധികം വിവാഹവും അതേപോലെ തന്നെ പർദ്ദ സമ്പ്രദായത്തേക്ക് എതിർത്ത ഒരു മുസ്ലിം വനിത ആരാണ്? ഉത്തരം ജഹനാര ഷാനവാസ് ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്കൃതവൽക്കരണം എന്ന പദം അവതരിപ്പിച്ചത്? നമുക്കറിയാം, സംസ്കൃതൈസേഷൻ നമ്മൾ +1 പഠിക്കുന്നുണ്ടല്ലേ. ആരാണ്? ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ MN ശ്രീനിവാസൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതികൾ അനുകരിക്കുന്നതാണ് സംസ്കൃതവൽക്കരണം, സംസ്കൃതൈസേഷൻ. അങ്ങനെയും ചോദിക്കാം, ഡെഫിനിഷൻ തന്നു എന്താണെന്ന് ചോദിക്കാം, ആ പദം രൂപീകരിച്ചത് ആരാണെന്നും ചോദിക്കാം. അപ്പോൾ 2 തരത്തിൽ ചോദിച്ചാൽ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ, പാശ്ചാത്യ സംസ്കാരമായും ബ്രിട്ടീഷുകാരുമായും ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന സമ്പർക്കത്തിന് ഫലമായി രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം പാശ്ചാത്യവൽക്കരണം, വെസ്റ്റേണൈസേഷൻ. 2 മാർക്കിന് ചോദിക്കും, അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. 10ാമത്തെ ക്വസ്റ്റ്യൻ,
പശ്ചിമ യൂറോപ്പും വടക്കേ അമേരിക്കയും സ്വീകരിച്ച വികസനത്തിൻ്റെ പാതയെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ. അതും അങ്ങനെ തന്നെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നോക്കിയിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് 9ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി 10ാമത്തെ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ എന്നാണ്. ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യനാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം ജനാധിപത്യം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 4ാമത്തെ ക്വസ്റ്റ്യൻ, 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചിയിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനം ഡാഷ് എപ്രകാരമായിരിക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല. ഉത്തരം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണമെന്നാണ് അത് പ്രഖ്യാപിച്ചത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ ഒരു മാർഗം എന്ന ശീർഷകത്തിൽ ഒരു ലേഖനം എഴുതിയത് ഗാന്ധിജിയാണ്. 1939 ഗാന്ധിജി ഒരേ ഒരു മാർഗം എന്ന ശീർഷകത്തിൽ ഒരു ലേഖനം എഴുതിയത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ കോടതി സുപ്രീം കോർട്ടാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചുള്ള നിർദ്ദേശക തത്വം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ഭേദഗതിയിലൂടെ അവതരിപ്പിച്ചത് ആര്? ഉത്തരം കെ ശാന്താറാമാണ് ഇങ്ങനെയൊരു നിർദ്ദേശക തത്വം അവതരിപ്പിച്ചത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാനതല ജനാധിപത്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നടപ്പിലാക്കിയത്? ഉത്തരം 1992 73ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ള പഞ്ചായത്തുകളാണ് ന്യായ പഞ്ചായത്തുകൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, നഗരപാലിക സംവിധാനം എന്നറിയപ്പെടുന്ന ഭേദഗതി 74ാം ഭേദഗതി.